ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ ഈ വീഡിയോയിൽ നോക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ പ്രിവ്യൂല് കണ്ട ഒരു സെലിബ്രേഷൻ വീഡിയോ ലൈറ്റ് മോഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഷെയ്ക്ക് എഫക്റ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള സെലിബ്രേഷൻ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിയും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സിയും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിന്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ മുമ്പ് ചെയ്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കുന്നുണ്ട്. ഇതിലാണ് നമ്മൾ ഈ എഫക്റ്റുകളൊക്കെ കൊണ്ടുവരാൻ പോകുന്നത്. സോ ഇപ്പൊ ഫസ്റ്റ് കട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു എനേബിൾ ചെയ്യാനുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ദെൻ ആ ഒരു ക്രോപ്പിൽ നമുക്കൊരു ഒരു ട്രാൻസിഷൻ കൊടുക്കാൻ ജസ്റ്റ് ഒരു സൂമിങ് കൊടുക്കാണ്ട്. സോ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയിട്ട് എൻഡിലായിട്ട് നമുക്ക് അതിന്റെ വാല്യൂ ഒരു 1.250 ആക്കി കൊടുക്കാം. ഓക്കെ, ഗ്രാഫ് ഒന്നും ഇടേണ്ട, ജസ്റ്റ് നമുക്ക് എനിക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചിട്ട് നമുക്ക് സെർച്ചിൽ എഫക്റ്റിൽ ചെന്ന് സെർച്ചിൽ റാൻഡം ഡിസ്പ്ലേസ്മെന്റ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പൊ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. ദെൻ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിലല്ല എൻഡിങ്ങിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, എൻഡിങ്ങിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിന്റെ വാല്യൂ നമുക്ക് 128 ആക്കി കൊടുക്കാം. 128 ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ അത് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുപോയിട്ട് സ്ക്രീനിലാണെന്ന ഈ ഒരു കർവ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഈ ഗ്രാഫ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ബാക്ക് അടിക്കാം. ഇത് നമുക്ക് സെക്കൻഡ് ആണ് ആ ഒരു എവല്യൂഷന്റെ വാല്യൂ നമുക്ക് ഫസ്റ്റ് തന്നെ 0 ആക്കി കൊടുക്കാം. ഓക്കെ, 0 ആക്കി കൊടുത്തിട്ട് അതിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് അത് എൻഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ദെൻ സ്റ്റാർട്ടിങ്ങിലായിട്ട് നമുക്ക് അതിന്റെ വാല്യൂ 0.76 ആക്കി കൊടുക്കാം. 76 ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ ഇത് നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവരാം. ദെൻ സ്ക്രീനിലാണെന്ന ഈ ഒരു ഗ്രാഫ്, ഈ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ദെൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ബാക്ക് അടിച്ചിട്ട് നമുക്ക് താഴെ കാണുന്ന ഒരു സ്പീഡ് ഫുൾ ആക്കി കൊടുക്കാം. ഒരു 50 ആക്കി കൊടുക്കാം. ഫുൾ അല്ല, 0.50 ആക്കാം. ലാസ്റ്റ് കാണുന്ന ഒരു എഫക്റ്റ് നമുക്ക് 140 ആക്കി കൊടുക്കാം. 140 ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചിട്ട് ഇതൊരു 3 വട്ടം നമുക്ക് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. സോ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക, ഒരു വട്ടം കൂടെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ട എഫക്റ്റ് ആണ് ഓക്സിലേറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എഫക്റ്റ് ആഡ് എഫക്റ്റിൽ പോയിട്ട് നമുക്ക് ഓക്സിലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്സിലേറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ദെൻ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ആംഗിളിൻ്റെ വാല്യൂ നമുക്ക് 90 ആക്കി കൊടുക്കാം. 90. ഓക്കെ, 90 ആക്കിയിട്ടുണ്ട്. ദെൻ ഫ്രീക്വൻസിയുടെ വാല്യൂ നമുക്ക് ഒരു 1.250 ആക്കി കൊടുക്കാം. 1.250 ആക്കി കൊടുക്കാം. സോറി, 250 അല്ല, 25 ആക്കി കൊടുക്കാം. ദെൻ മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ 0 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് എൻഡിങ്ങിലേക്ക് കൊണ്ടുപോകാം. സോ എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ 152 ആക്കി കൊടുക്കാം. 152 ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ ഇത് സ്റ്റാർട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ആദ്യം കൊടുത്ത ഒരു ഗ്രാഫ് ഇതിലേക്ക് കൊണ്ടുവരാം. സോ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ഇതിലേക്ക് കൊണ്ടുവരാം. ദെൻ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഒരു ഷെയ്ക്ക് എഫക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കാം. മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് മോഷൻ ബ്ലർ ആഡ് ചെയ്ത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ആക്കി കൊടുക്കാം, വേണമെങ്കിൽ ജസ്റ്റ് പകുതി ആക്കി കൊടുക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഹാഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഓട്ടോ ഷേക്ക് ആഡ് ആക്കി കൊടുക്കാം. ഓട്ടോ ഷേക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ദെൻ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുത്തിട്ട് ഇതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ നമുക്ക് 8 ആക്കി കൊടുക്കാം. 8 ആക്കി കൊടുക്കാം. ദെൻ ഫ്രീക്വൻസി നമുക്ക് ഫുൾ ആക്കി കൊടുക്കാം. ഫുൾ ആക്കി കൊടുത്തിട്ട് എവല്യൂഷന്റെ വാല്യൂ നമുക്ക് 44 ആക്കി കൊടുക്കാം. സോറി, സ്പീഡും ഫുൾ ആക്കാം. എവല്യൂഷന്റെ വാല്യൂ 44 ആക്കി കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കാം. ഗോഷൻ ബ്ലർ ആഡ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലായിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ബ്ലറിന് വേണ്ടിയാണ്. സോ അത് നമുക്ക് എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് എൻഡിങ്ങിലേക്കും സ്റ്റാർട്ടിങ്ങിലേക്കും കൊണ്ടുപോയിട്ട്
ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത്. ഓക്കെ, ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ദെൻ നമ്മുടെ എഫക്റ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് എല്ലാം കോപ്പി ചെയ്ത് എല്ലാ കട്ട്സിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഷേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ഷേക്ക് ഇവിടെ പക്കായിട്ട് റെഡി ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെലിബ്രേഷൻ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേക്ക് എഫക്റ്റ് വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള സെലിബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. സെലിബ്രേഷൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഏതൊരു ട്രാൻസിഷൻ വീഡിയോ വേണമെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.